എത്തിന്ന് തോന്നല്ലോ. അച്ഛനല്ലമ്മേ അത്, വിനോദ. വരുന്ന വഴിക്ക് നീ അച്ഛനെങ്ങാനും കണ്ടിരുന്നോടാ? ഇല്ല അമ്മേ. എന്തു പറ്റി? അച്ഛനെവിടെ പോയി? ദേ, അച്ഛൻ പൂക്കടയിലേക്ക് പോയതാ. ഇത്രയും നേരമായിട്ട് ആളിങ്ങി തിരിച്ചു വന്നില്ല. വിനോദേ, ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാടാ. ഓ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അച്ഛനിങ്ങോട്ട് വന്നോളൂന്നേ. അമ്മേ, എന്തെങ്കിലും കഴിക്കാടുക്ക, നല്ല വിശപ്പുണ്ട്. അല്ല, നീ അവിടുന്ന് ഇവിടം വരെ നടന്നാണോ വന്നേ? അല്ല, അഭിരാജ് എന്നെ ഡ്രോപ്പ് ചെയ്തു. റോഡ് മോശമായതുകൊണ്ട് ജംഗ്ഷൻ വരെ വന്നതേ ഉള്ളൂ. ആ, എന്നാ പിന്നെ നീ പോയി വേഷം മാറിയിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ശരി. നീ ടെൻഷൻ ആവണ്ട, അച്ഛനിങ്ങ് വന്നോളും. ദേവ് വെച്ച് എന്തായാലും അച്ഛനെ തനിച്ചു വിടില്ല. എന്നാലും ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. അതൊരു വന്നില്ലെങ്കിൽ പോയി നോക്കാം. അതെ, അത് മതി. നീ എന്തെങ്കിലും കഴിക്കേ, അപ്പോഴേക്ക് അച്ഛൻ എത്തുമായിരിക്കും. നീ വേടാ. സുമാര, വണ്ടി ഇവിടം വരെ പോവുള്ളൂ. റോഡ് പണിയടക്ക. ഇവിടുന്ന് അങ്ങോട്ട് ഒരു രക്ഷയില്ല. ഞങ്ങളങ്ങ് നടന്നോളാം. ആ, പിന്നെ താനൊരു ഉപകാരം ചെയ്യണം. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. എന്നെ വീട്ടിലാക്കിയിട്ട് ദേവൂട്ടി ഇങ്ങ് പോരും. ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മോളെ അമ്പലത്തിനടുത്തുള്ള ആ വിദ്യാമ്മയുടെ സത്രത്തിലാക്കണം. അതിപ്പോ വെയിറ്റ് ചെയ്യണോ? ലേറ്റ് ആവോ? ഇല്ലില്ല, ഞാൻ വീട്ടിലെത്തേണ്ട താമസം. ദേവൂട്ടി അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് അയക്കാം. അത് തനിക്ക് വെയിറ്റിംഗ് ചാർജ് തരാടോ. എന്നാ പിന്നെ വെയിറ്റ് ചെയ്യാം. ഓ, വാ മോളെ. ദേവൂട്ടി വീണ്ടും വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഓട്ടോ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ആ, ചേട്ടനായിരുന്നു. എന്താ ഏട്ടാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നേ? സുരേന്ദ്രേട്ടനെ വീട്ടിലാക്കിയിട്ട് ദേവൂട്ടി ഇങ്ങോട്ട് വരും. ആ കൊച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. ആ കുട്ടിയെ സത്രത്തിലോട്ടാക്കണം. ഓ, ദേവൂട്ടി ഒറ്റയ്ക്കാണോ തിരിച്ചു വരുന്നത്? ആ, അതെ. ചേട്ടാ, ചേട്ടന് ഗുണമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താടാ? അച്ഛൻ ഇതുവരെ വന്നില്ലല്ലേ? ആ, വന്നില്ല. ഇനിയിപ്പം വഴി മോശമായതുകൊണ്ട് വരാൻ പറ്റാതെ അവിടെ വിഷമിച്ച് നിൽക്കുവാണെങ്കിലോ? ഞാനെന്നൊന്ന് പോയി നോക്കിട്ട് വരാം. അമ്മേ, ആ ടോർച്ച് കിടത്തേ. അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ അച്ഛനെ കടയിലേക്ക് പറഞ്ഞു വിടണ്ടായിരുന്നു. അതിപ്പോ ഞാൻ പോണ്ടാന്ന് പറഞ്ഞാലും അങ്ങേർക്ക് മോളെ കാണാതിരിക്കാൻ പറ്റുമോ?
സൂക്ഷിച്ചു പോണടാ. ഇനി സാരമില്ല മോളെ, ഞാൻ നടന്നോളാം. സൂക്ഷിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ ഇത് എന്ത് പണിയാ കാണിച്ച സുരേന്ദ്രേട്ടാ? ഈ കുണ്ടും കുഴിയുള്ള വഴിയിലൂടെ കുറച്ച് നേരത്തെ എങ്കിലും തിരിച്ചു പോരായിരുന്നില്ലേ? വെറുതെ എല്ലാരും വിഷമിപ്പിക്കാൻ. എല്ലാവരെയും കണ്ട് സംസാരിച്ചിരുന്നപ്പോ കുറച്ച് വൈകിപ്പോയി. പിന്നെ ദേവൂട്ടിയും കൂടെ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓട്ടോയിലാ വന്നത്. റോഡിനപ്പുറത്ത് ഓട്ടോ വെയിറ്റ് ചെയ്യാ. എന്തായാലും ദേവി വിശേഷനെ തനിച്ചു വിടത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മോളെ, എന്നാ നീ ഇനി വൈകണ്ട, പൊയ്ക്കോ. വിനോദേ, റോഡിനപ്പുറത്ത് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ ചേച്ചിയെ അവിടം വരെ കൊണ്ടുവന്നാക്ക്. അല്ല, ഈ രാത്രി തന്നെ തിരിച്ചു പോണോ? വേണമെങ്കി അവൾ ഇന്നിവിടെ നിന്നോട്ടെ. അതെ, അത് ശരിയാ. ഇനിയിപ്പോ ഇത്രയും ലേറ്റ് ആയിട്ട് തിരിച്ചു പോകുന്ന എന്തിനാ? ദേവൂട്ടിക്ക് ഇവിടെ നിക്കാലോ. ആ, സത്രത്ത് കിടന്നാലേ അപ്പൊ നിനക്ക് ഉറക്കം വരുള്ളൂ അല്ലേ? ആ വിദ്യാമ്മയുടെ താങ്ങും തണലും കിട്ടിയപ്പോ ഞങ്ങളൊക്കെ നിനക്ക് ആരും അല്ലാണ്ടായി. അല്ലേലും ഈ കാലത്ത് ഉണ്ട ചോറിന് നന്ദി പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ദുമതി, എന്തൊക്കെയാ നീ പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത്രയും നാളും ഇവളെ ഇവിടെയുള്ളവരല്ലേ സംരക്ഷിച്ചത്. അതൊക്കെ മറന്ന് ഇവക്കിപ്പ ആ വിദ്യാമ്മ പറയുന്നതല്ലേ വേദവാക്യം. ഇന്ദുമതി, അവള് വിദ്യാമ്മയോടൊപ്പം താമസിക്കാനുണ്ടായ കാരണം എന്താന്ന് നിനക്കും അറിയാവുന്നതല്ലേ? ഓ വേണ്ട, ഇനി ആരും പഴയ കാര്യങ്ങളൊക്കെ ചിക്കിൻ ചികഞ്ഞു എടുക്കണ്ട. അത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യായിരിക്കും. ദേവൂട്ടിയെ, മോള് പോയിക്കോ. വിനോദേ, കൊണ്ടുവന്നാക്ക. വായിച്ചേ, ഞാൻ ഓട്ടോ കിടക്കുന്നിടത്ത് കൊണ്ടാക്കാം.